ഓക്കെ, നമുക്ക് ഇപ്പം ഈ സ്വിച്ചുകൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്താൽ തന്നെ സ്പാനിങ് ട്രീ റൺ ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ സ്വിച്ചിനകത്തും നമ്മൾ വന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്പാനിങ് ട്രീൻ്റെ നമ്മളെ ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ സ്വിച്ച് 1 എടുത്തു. അപ്പം ആൻഡ് ഷോ സ്പാനിങ് ട്രീ. ഓക്കെ, ഷോ സ്പാനിങ്. ഇപ്പോൾ VLAN 1 മാത്രമേ ഉള്ളൂ. പെർ VLAN സ്പാനിങ് ട്രീ ആണ് റൺ ആവുക. VLAN 1 നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് പ്രയോറിറ്റി 32768+1 327. ഇത് റൂട്ടിന്റെ റൂട്ട് ബ്രിഡ്ജ് ആരാന്നുള്ള ദിസ് ബ്രിഡ്ജ് ഈസ് റൂട്ട്. നമ്മൾ തന്നെയാണ് റൂട്ട് ബ്രിഡ്ജ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളല്ല റൂട്ട് ബ്രിഡ്ജ് എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ എന്ന് വെച്ചാൽ കോൺഫിറ്റ് നമ്മൾ സ്പാനിങ് ട്രീ VLAN 1 ഒന്നുകിൽ നമുക്ക് പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് 0 കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ കൊടുക്കാം. ഇനി ഇതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്, VLAN 1 റൂട്ട് പ്രൈമറി എന്ന് പറഞ്ഞൊരു കമാൻഡ്. റൂട്ട് പ്രൈമറി. അപ്പോൾ ഈ സ്വിച്ചിനെ റൂട്ട് പ്രൈമറി ആക്കി വെക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്വിച്ചിനെ പിടിച്ചിട്ട് ഈ സ്വിച്ചിനെയാണ് ഇത് സെക്കൻഡ് കോർ സ്വിച്ച് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവരെ പിടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ സ്വിച്ച് 2 ആണ്. കോൺഫിറ്റി സ്പാനിങ് ട്രീ VLAN 1 റൂട്ട് സെക്കൻഡറി. ഇതിന്റെ കോൺസെപ്റ്റ് കഴിഞ്ഞ ക്ലാസ് ഇല്ല, പറഞ്ഞായിരുന്നു. ഇത് പറഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറയാത്ത കോൺസെപ്റ്റ് ആണ്. അത് ഞാൻ പറഞ്ഞുതരാം. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എടുക്കാനുണ്ട്. റൂട്ട് ബ്രിഡ്ജും അതൊന്നും എനിക്കൊന്ന് അറിയണമായിരുന്നു. അത് പറഞ്ഞിട്ടില്ല അല്ലെ? ഓക്കെ, അതിന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ റൂട്ട് ബ്രിഡ്ജ് പറഞ്ഞാൽ സ്പാനിങ് ട്രീ എന്ന് പറയുന്നത് നമുക്ക് ലെയർ 2 ലൂപ്പ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ആണ്. ഓക്കെ, അപ്പൊ അത് എങ്ങനെ പ്രോട്ടോകോൾ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രീ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുക. ട്രീ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ലൂപ്പ് ഇല്ലാത്ത, സൈക്കിൾ ഇല്ലാത്ത ഒരു ടോപ്പോളജിയിലാണ് നമ്മൾ ട്രീ സ്ട്രക്ചർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ആ ട്രീ സ്ട്രക്ചർ എപ്പോഴും ഒരു ട്രീ ബിൽഡ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നായിരിക്കും? ആ റൂട്ടിൽ നിന്നായിരിക്കും, റൂട്ട് ബ്രിഡ്ജിൽ നിന്നായിരിക്കും. ഓക്കെ, അതായിരിക്കും അതിന്റെ റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രാക്ടിക്കൽ ലെവലിൽ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മളെ ടോപ്പോളജി, നമ്മളെ നെറ്റ്വർക്ക് നമ്മൾ ഡിസൈൻ ചെയ്യും. നമ്മൾ ഡാറ്റാ സെന്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു ബ്രാഞ്ച് ഓഫീസ് ആയിക്കോട്ടെ, നമ്മളൊരു ഹെഡ് ഓഫീസ് ആയിക്കോട്ടെ, നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കോർ ലെയർ, ഡിസ്ട്രിബ്യൂഷൻ ലെയർ, ആക്സസ് ലെയർ എന്ന് പറഞ്ഞിട്ട് 3 ലെയർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം? അത് ഡിസൈൻ ചെയ്യാം. ഓക്കെ, കോർ ഉണ്ടാവും, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും, അതിൻ്റെ താഴത്തായിട്ട് കുറെ ആക്സസ് സ്വിച്ചുകളുണ്ട്. ഈ ആക്സസ് സ്വിച്ചുകളൊക്കെ മിക്കവാറും റൂംസിലേക്ക് ഉണ്ടാവുക. ഓരോരോ റൂംസ് അല്ലെങ്കിൽ ഓരോരോ ഫ്ലോറിൽ, ഓരോരോ ബിൽഡിങ്ങിലുള്ള ഇതിലേക്ക് ഉണ്ടാവുക. ഞാൻ വെച്ചാൽ ഈ കോർ സ്വിച്ചും ഡിസ്ട്രിബ്യൂഷൻ സ്വിച്ചും ഒക്കെ മെയിൻ ഡാറ്റാ സെന്ററിന്റെ ഉള്ളിലുള്ള മിക്കവാറും അങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ കോർ ടു കോർ നമുക്ക് എന്ത് ചെയ്യും? മൾട്ടിപ്പിൾ കണക്ഷൻസ് നമ്മൾ കൊടുക്കണം. കാരണം കോറിലുള്ള പല സെർവറിന്റെയും ബാക്കപ്പും കാര്യങ്ങളൊക്കെ അതിന്റെ ഇതൊക്കെ എടുത്തു വെക്കുന്ന വേറെ സെർവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഭയങ്കര ഹൈ ഫാസ്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ പോകണം. ഓക്കെ, എന്നിട്ട് ഈ കോറിന് 2 ഡിസ്ട്രിബ്യൂഷനിലേക്ക് ഓരോ കണക്ഷൻ കൊടുക്കുന്നത്. അതേമാതിരി ഈ കോറിന് 2 ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഇതിന്റെ ഇതെന്താ വെച്ചാൽ, ഇൻ കേസ് ഈ ലിങ്ക് കട്ടായി കഴിഞ്ഞാലും എന്തുണ്ട്? ഈ ലിങ്ക് വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നു. ഇൻ കേസ് ഈ കോർ ഡൗൺ ആയി പോയാലും ഈ കോർ വഴി ബാക്കിയുള്ള ഇതുവഴി കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, സെക്കൻഡറി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഇനി ഈ ഡിസ്ട്രിബ്യൂഷൻ ഇതേമാതിരി ഉണ്ടാവും. ഒരു ആക്സസ് സ്വിച്ചിനകത്തേക്ക് ഈ ഡിസ്ട്രിബ്യൂഷനും കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവും, ഈ ഡിസ്ട്രിബ്യൂഷനും കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് മിക്കവാറും ഒരു ടോപ്പോളജി നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഒരു അഡ്മിനിസ്ട്രേറ്ററെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഇതൊക്കെ ആക്സസ് സ്വിച്ചുകളാണ്. അപ്പൊ ഈ ആക്സസ് സ്വിച്ചിൽ എങ്ങനെയാണ് ബേസ് മേക്കറുടെ സേറ്റും കുറവ് വെച്ചാൽ, ഇയാള് റൂട്ടായി പോയി കഴിഞ്ഞാൽ ഈ കോറിനുള്ള ഡാറ്റ ചിലപ്പോൾ ഈ കോറിലെത്തണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ടാ പോവുക. അതായത് ഈ ആക്സസ് സ്വിച്ച് വഴി വന്നിട്ടാ പോവുക. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇയാൾ തന്നെ റൂട്ടാണ് എന്നുള്ളത് നമ്മൾ സെലക്ട് ആക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കമാൻഡ്, ഈ സ്വിച്ചിൽ കയറുക റൂട്ട് പ്രൈമറി കമാൻഡ് കൊടുക്കുക, അല്ലെങ്കിൽ ഈ സ്വിച്ചിൽ കയറിയിട്ട് റൂട്ട് സെക്കൻഡറി കമാൻഡ് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ ചെയ്തത് ലാബിൽ എന്താ നമ്മൾ ചെയ്തത്? ഇതിനകത്ത് പോയിട്ട് പ്രയോറിറ്റി നമ്മൾ 0 കൊടുക്കും. ഓക്കെ, ഇപ്പൊ ഈ കമാൻഡ് കൊടുക്കുന്നതിന് പകരം സ്പാനിങ് ട്രീ VLAN 1 പ്രയോറിറ്റി 0 എന്ന് പറയുള്ളൂ. പിന്നെ
പ്രയോറിറ്റി നമ്മൾ 4096 മൾട്ടിപ്പിൾ ആണ് നമ്മൾ കൊടുക്കുക. ഇയാൾക്ക് വേണമെങ്കിൽ തൊട്ടടുത്ത പ്രയോറിറ്റി, ഇൻ കേസ് ഈ റൂട്ട് ഡൗൺ ആയി പോവുകയാണെങ്കിൽ തൊട്ടടുത്ത റൂട്ടായിട്ട് ഇയാൾ വരണം എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കേസിൽ ഇവര് റൂട്ട് പ്രൈമറി ആക്കി വെച്ചു ഇവരെ റൂട്ട്. അപ്പൊ ഇത് ശരിക്കും നമ്മളെ ഇതില് നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ ഇതായിരിക്കും. നമ്മൾ STP ആണ് നമ്മുടെ ടോപ്പോളജിക്ക് അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ കോൺഫിഗറേഷൻ പാർട്ടായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഏതാണോ നല്ല പെർഫോമൻസുള്ള സ്വിച്ച്, ഏതാണോ നമ്മുടെ കോർ സ്വിച്ച്, ആ കോർ സ്വിച്ചിനെ വന്നിട്ട് റൂട്ടാക്കാം, റൂട്ട് ബ്രിഡ്ജ് ആക്കാം. തൊട്ടടുത്ത് പെർഫോമൻസുള്ള സ്വിച്ചിന് സെക്കൻഡറി റൂട്ട് ആകും. സെക്കൻഡറി റൂട്ട് എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും റൂട്ട് എങ്ങാൻ ഹാങ് ആയി പോയാൽ, റൂട്ട് ബ്രിഡ്ജ് എങ്ങാൻ ഹാങ് ആവോ ഡൗൺ ആവോ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ സെക്കൻഡറി റൂട്ട് ബ്രിഡ്ജ് ആണ് പിന്നെ റൂട്ടായിട്ട് മാറുക. ഓക്കെ, അപ്പൊ അതാണ് കോൺഫിഗറേഷൻ നമുക്ക് ചെയ്യാൻ മെയിൻ ആയിട്ട് ഉണ്ടാവുക. പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ചിലപ്പോ ഇന്റർഫേസിന്റെ കോസ്റ്റ് മാറ്റേണ്ടി വരും. ഇപ്പൊ ഈ കേസിൽ നമ്മൾ നോക്കുമ്പോൾ കോസ്റ്റ് നോക്കിക്കോളൂ. ഇതിപ്പോ ഈ ഡയഗ്രത്തിൽ നമ്മളെല്ലാം എതർനെറ്റ് പോർട്ടാണ്. ഓക്കെ, എതർനെറ്റ് പോർട്ടിന്റെ ഡിഫോൾട്ട് കോസ്റ്റ് 100 ആയിരിക്കും. ഓക്കെ, ഈ കോസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇന്റർഫേസിൽ വന്നിട്ട് സ്പാനിങ് ട്രീ VLAN 1 കോസ്റ്റ് എന്നുള്ള കമാൻഡ് അടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കോസ്റ്റ് മാറ്റാൻ പറ്റും. ഓക്കെ, സ്വിച്ച് വേണമെങ്കിൽ കോൺഫിഗ് ഇന്റർഫേസ് 0/0 സ്പാനിങ് ട്രീ VLAN 1 കോസ്റ്റ് ആണ്. കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് കോസ്റ്റ് 10 അല്ലെങ്കിൽ 20 അങ്ങനെ വേണമെങ്കിൽ നമുക്ക് മാറ്റാം. ഓക്കെ, അപ്പൊ നമ്മൾ മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഈ ഇന്റർഫേസിൽ മാറ്റിയിട്ടെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഇന്റർഫേസിലും സെയിം കോസ്റ്റ് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇല്ലെങ്കിൽ ഇതേമാതിരി നമുക്ക് ടോപ്പോളജി കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്ന മാതിരിക്കും ചിലപ്പോൾ ട്രാഫിക് പോകും വരികയൊക്കെ ചെയ്യുന്നുണ്ടാവും, വേറെ ഏതെങ്കിലും പാത്ത് കൂടെ പോകാനുള്ള സാധ്യത ഉണ്ട്. കോസ്റ്റ് മാറുമ്പോ എന്തെന്നാ ചേഞ്ച് ആവുന്ന എന്താണ് കോസ്റ്റ് മാറുന്നത്? മാറുമ്പോ അതായത് നമ്മൾ അത് സ്പാനിങ് ട്രീന്റെ ഫസ്റ്റ് ക്ലാസ്സുകളിൽ ഇല്ലാത്തതുകൊണ്ടുള്ള ഡൗട്ടാണ്. അതായത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നമ്മളെ ഓക്കെ, ഇപ്പൊ ഇവിടെ കുറെ പുറകോട്ട് വേണമെങ്കിൽ കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം, വീഡിയോ നോക്കിക്കോളാം. ഓക്കെ, ഒന്ന് ജസ്റ്റ് നോക്കിക്കോളൂ. അതായത് ഇതിനകത്ത് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം, അത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ഓരോ ലിങ്ക് ഉണ്ടാവുമല്ലോ, അതായത് ഇതാണ് റൂട്ട് ബ്രിഡ്ജ് വിചാരിക്കാം. ഓക്കെ, ബാക്കിയുള്ള എല്ലാ സ്വിച്ചുകളും റൂട്ട് ബ്രിഡ്ജിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് പാത്ത് ഏതാന്ന് വെച്ചാൽ അത് ഫോർവേഡിങ് സ്റ്റേറ്റിലേക്ക് ഉണ്ടാവുക. ഓക്കെ, ഈ പാത്ത് ഫോർവേഡിങ് സ്റ്റേറ്റിലേക്ക് ഉണ്ടാവുക. നേരെ മറിച്ച് ഇയാൾക്ക് എന്തുണ്ട്, ഇങ്ങനെ ഒരു പാത്ത് ഉണ്ട് ഇതിലൂടെ, പക്ഷെ ഈ ലിങ്ക് എന്തേക്കും ഉണ്ടാവുന്നത് നോൺ ഡെസിഗ്നേറ്റഡ് പോർട്ടായിട്ട് ബ്ലോക്കിംഗ് സ്റ്റേറ്റിലാണ് ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ മൾട്ടിപ്പിൾ പാത്ത് ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് പാത്ത് മാത്രം. അപ്പൊ ഏത് പാത്താണ് നല്ലത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ ലിങ്കിന്റെ കോസ്റ്റ്, ചിലപ്പോൾ ഈ ലിങ്കിന്റെ കോസ്റ്റ് നമുക്ക് 1 ആണ്, ഈ ലിങ്കിന്റെ കോസ്റ്റ് 1 ആണ്. ഞാൻ പക്ഷേ ഈ ലിങ്കിന്റെ കോസ്റ്റ് 10 ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും, ഇതിനെ അപ്പൊ ഇതിലൂടെ കിട്ടുന്ന കോസ്റ്റിനെക്കാട്ടും നല്ലത് ഈ കോസ്റ്റ് ആണ്. അപ്പൊ ഈ കോസ്റ്റ് കുറവുള്ളതാണ് എന്ത് ചെയ്യുക, ബെസ്റ്റ് പാത്തായിട്ട് ഇവർ സെലക്ട് ചെയ്തെടുക്കുക. അപ്പൊ അതിന്റെ എന്തെങ്കിലും നമുക്ക് പാത്ത് മാറ്റണമെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കോസ്റ്റ് മാറ്റി കൊടുക്കുക. ഓക്കെ, ഓരോ VLAN-ലും സ്പാനിങ് ട്രീ എനേബിൾ ചെയ്യണം. ഇപ്പൊ എനേബിൾ ചെയ്യേണ്ട ആവശ്യമില്ല, ബൈ ഡിഫോൾട്ട് ആയിട്ട് എനേബിൾഡ് ആയിരിക്കും. നമ്മളെ റൂട്ടറിനകത്തൊക്കെ, നമ്മൾ സിസ്കോ റൂട്ടറിനകത്തൊക്കെ പെർ VLAN സ്പാനിങ് ട്രീ PVST+ ആണ് നമ്മൾ സ്വിച്ചിനകത്തൊക്കെ റൺ ചെയ്യുന്നത് ഡിഫോൾട്ട് ആയിട്ട്. ഓക്കെ, അതായത് ഓരോ VLAN വേണ്ടിയിട്ടും ഓരോരോ സ്പാനിങ് ട്രീ. ശരിക്കും നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന സ്പാനിങ് ട്രീ വെച്ചാൽ കോമൺ സ്പാനിങ് ട്രീ പ്രോട്ടോകോൾ ആണ്. ഓക്കെ, CSTP കോമൺ സ്പാനിങ് ട്രീ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് എന്താ, എൻ്റയർ VLAN വേണ്ടിയിട്ട് ഒരൊറ്റ സ്പാനിങ് ട്രീ റൺ ചെയ്യും. നമുക്കൊരു 4 VLAN ഉണ്ടെങ്കിൽ 4 VLAN-ലും നമ്മൾ സ്പാനിങ് ട്രീ ഡിഫറെന്റ് ആയിട്ട് കോൺഫിഗർ ചെയ്യണം. ഓരോ റൂട്ട് ബ്രിഡ്ജ് ഒക്കെ ഓരോന്നിനും ക്രിയേറ്റ് ചെയ്യണം, ഓരോ VLAN വേണ്ടിയിട്ട്. അതെ, അത് നമ്മൾ എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ സപ്പോസ് ഇപ്പൊ ഇതാണ് ഇപ്പൊ മിക്കവാറും ഒരു ടിപ്പിക്കൽ ടോപ്പോളജി എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ഉണ്ടാവുക. ഓക്കെ,
അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, സപ്പോസ് നമുക്ക് വിചാരിക്കാം ഒരു 100 VLAN ആണ് നിങ്ങളെ കമ്പനിയിലുള്ളത് എന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നറിയോ, 1 മുതൽ 50 വരെയുള്ള VLAN വേണ്ടിയിട്ട് ഞാൻ ഒന്നിച്ച് ഉണ്ടാക്കും. ഓക്കെ 51 മുതൽ 100 വരെയുള്ള VLAN വേണ്ടിയിട്ട് ഞാൻ ഇയാളെയും റൂട്ടാക്കും. അപ്പൊ എന്തായി, ലോഡ് ബാലൻസ് ആയി. രണ്ട് ഇതും ഈക്വലി എന്തായി, ഏകദേശം ലോഡ് ഷെയർ ചെയ്ത് ഞാൻ തുടങ്ങി, 2 കോർ സ്വിച്ചും. ഓക്കെ, അങ്ങനെയാണ് മിക്കവാറും നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് കോമൺ സ്പാനിങ്. അപ്പോൾ കോമൺ സ്പാനിങ് ട്രീക്ക് അകത്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിസ്കോ എന്ത് ചെയ്യുന്നത്, ബൈ ഡിഫോൾട്ട് ആയിട്ട് പെർ VLAN സ്പാനിങ് ട്രീ റൺ ചെയ്യാൻ കാരണതാണ്. അങ്ങനെ ലോഡ് ഷെയറിംഗ് ഒക്കെ എപ്പോഴും നമുക്ക് ചെയ്യേണ്ട ഒരു സംഭവമാണല്ലോ ലൈവില്. അപ്പോൾ അത് കാരണം പെർ VLAN സ്പാനിങ്. പക്ഷെ നമ്മൾ STP, പിന്നെ RSTP, പിന്നെ MSTP, 3 പ്രോട്ടോകോൾ നമ്മൾ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ STPന്റെ ഒക്കെ ഫാസ്റ്റ് ആയിട്ട് കൺവേർജ് ചെയ്യും RSTP. MSTP എന്ന് പറയുന്നത് RSTPന്റെ അതേ അൽഗോരിതം വെച്ചിട്ട് ഫാസ്റ്റ് ആയിട്ട് കൺവേർജ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഗ്രൂപ്പ് ആക്കാൻ പറ്റും, ഇൻസ്റ്റൻസസ് ഉണ്ടാക്കാൻ പറ്റും. ഇൻസ്റ്റൻസ് 1ൽ നമുക്കിപ്പോൾ നമ്മൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ VLANലും നമ്മൾ ഇത് ചെയ്യണ്ടേ. അപ്പോൾ ഇവിടെ നമുക്ക് വെച്ചാൽ 50, ഇവിടെ 100 VLAN ഉള്ളത് കൊണ്ട് 100 സ്പാനിങ് ട്രീ പ്രോട്ടോകോൾ വർക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്രമാത്രം പ്രോസസ്സിംഗ് പവർ ചിലവാകും ഓരോ സ്വിച്ചിനകത്ത് 100 STP അൽഗോരിതം റൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ പ്രോസസ്സിംഗ് പവർ ഹൈക്ക് ആവാനുള്ള സാധ്യത ഇല്ലേ? മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? പെർ VLAN സ്പാനിങ്ങിന്റെ പ്രോബ്ലം അതാണ്. അപ്പൊ MSTPയിൽ അതിന്റെ ഒരു സൊല്യൂഷൻ നമ്മൾ കൊണ്ടുവരും. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇൻസ്റ്റൻസ് ആണ്. ഓക്കെ, നമ്മൾ ഇൻസ്റ്റൻസ് 1 ഉണ്ടാക്കിയിട്ട് 1 മുതൽ 50 വരെയുള്ള VLAN ആ ഇൻസ്റ്റൻസിന്റെ ഉള്ളിലാക്കിയിട്ട് ഈ ഇൻസ്റ്റൻസ് 1ന് വേണ്ടിയിട്ട് ഒരു STP റൺ ചെയ്യും. മനസ്സിലായില്ലേ? ഗ്രൂപ്പ് ചെയ്യും. അതാണ് MSTP. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പക്ഷെ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മൾ STP നമ്മളൊന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. STP വളരെ CCNA ലെവലിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇന്നലെയും 2 ദിവസവും നമ്മൾ STPയിൽ തന്നെയാണ് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഡെപ്തിൽ തന്നെ നമ്മൾ സ്പാനിങ് ട്രീ എടുത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ഇതാണ് വരിക, അഡ്വാൻസ് ലെവലിലേക്ക് നമ്മൾ പോവാം. ഓക്കെ, ലാസ്റ്റ് പറഞ്ഞ മറ്റേ കാണിച്ചല്ലോ, ലാസ്റ്റ് ചെയ്ത് അയക്കാൻ പറഞ്ഞായിരുന്നു. ഓക്കെ. യെസ്, അത് ഞാൻ കറക്റ്റ് ചെയ്തുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്ത ഇത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എത്ര സ്വിച്ച് ആയിരുന്നു നമ്മൾ വരച്ചിട്ട്? 5 സ്വിച്ച് ആയിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നത്. 5. ഓക്കെ, അതായത് നമുക്ക് എപ്പോഴും സ്പാനിങ് ട്രീന്റെ ബേസിക്സ് എന്ന് പറയുന്നത് വെച്ചാൽ, ഒരു ടോപ്പോളജി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ടോപ്പോളജിയിൽ റൂട്ട് ബ്രിഡ്ജ് ആരായിരിക്കും, നോൺ റൂട്ട് ബ്രിഡ്ജ്. ഇപ്പൊ STPന്റെ മറ്റേ എന്താ പറയാ, നിങ്ങളെ എക്സാമിനൊക്കെ കിട്ടുന്ന സമയത്ത് പ്രോബ്ലംസ് ഇങ്ങനെ ഉണ്ടാവുക. നമുക്കൊരു ടോപ്പോളജി തരും. ഓക്കെ, ഇതിപ്പോ ഒരു ടോപ്പോളജി തന്നിട്ടുണ്ട്. സ്വിച്ച് 1, 2, 3, 4, 5 ഇങ്ങനെയാണ് വിചാരിക്കാം. ഇത് തന്നെയാണ് ഇവരുടെ ബേസ് മാക് അഡ്രസ് എന്നും വിചാരിക്കണം. 1, 2, 3, 4, 5 തന്നെയാണ് ഇവരുടെ ബേസ് മാക് അഡ്രസ്. ഇപ്പൊ പ്രയോറിറ്റിയിലേക്ക് ഞാൻ വരുന്നില്ല. ബേസ് മാക് അഡ്രസ് പ്രയോറിറ്റി എല്ലാത്തിനും സെയിം ആണ്, 32768. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ഈ ടോപ്പോളജിയിൽ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ റൂട്ട് ബ്രിഡ്ജിനെ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. ഓക്കെ, പ്രയോറിറ്റി ഏറ്റവും കുറവുള്ളത് അല്ലെങ്കിൽ ബേസ് മാക് അഡ്രസ് ഏറ്റവും കുറവുള്ള സ്വിച്ച് ആയിരിക്കും എന്ത്, റൂട്ട് ബ്രിഡ്ജ് ആയിട്ട് മാറും. ഓക്കെ, റൂട്ട് ബ്രിഡ്ജ് ആണ് റെഫറൻസ് പോയിന്റ്. നമ്മുടെ ട്രീന്റെ റൂട്ടാണ് ഈ റൂട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള സ്വിച്ചസിനൊക്കെ നമ്മൾ എന്താ വിളിക്കുക, നോൺ റൂട്ട് ബ്രിഡ്ജ്. ഓക്കെ, നോൺ റൂട്ട് ബ്രിഡ്ജ്. ഇത് നോൺ റൂട്ട് ബ്രിഡ്ജ്, ഇതും നോൺ റൂട്ട് ബ്രിഡ്ജ്. നമ്മൾ കോമൺ സ്പാനിങ് ട്രീ എന്നുള്ള രീതിയിലാണ് നമ്മളിതിപ്പോ അനലൈസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് അതായത് സ്പാനിങ് ട്രീന്റെ സൊല്യൂഷനിൽ ഒരു ടോപ്പോളജി സൊല്യൂഷൻ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, റൂട്ട് ബ്രിഡ്ജിനെ അടയാളപ്പെടുത്തുക, നോൺ റൂട്ട് ബ്രിഡ്ജിനെയും അടയാളപ്പെടുത്തുക. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പിൽ ഫൈൻഡ് റൂട്ട് പോർട്ട് ഫോർ all NRBs.
ഇപ്പൊ ഇതിലൊക്കെ വളരെ കുറച്ച് ലിങ്കുകൾ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഇതിനകത്ത്. അപ്പൊ നമ്മൾ ഇതിൽ അടുത്തതായിട്ട് എല്ലാ നോൺ റൂട്ട് ബ്രിഡ്ജുകളുടെയും റൂട്ട് പോർട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പം ഇയാളെ കേസിൽ ഈ പോർട്ടും നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. എല്ലാ ലിങ്കിന്റെയും കോസ്റ്റ് 1 ആണെന്ന് വിചാരിക്കുക എളുപ്പത്തിന് വേണ്ടിയിട്ട്. എല്ലാ ലിങ്കിന്റെയും കോസ്റ്റ് 1 ആണെന്ന് വിചാരിക്കുക എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് BPD വരുന്ന സമയത്ത് കോസ്റ്റ് 1 ആണ്. നേരെ സമയത്ത് ഇങ്ങനെ കറങ്ങി 1 2 3 4 ആയിട്ടാണ് ഇതിലൂടെ കിട്ടുന്നത്. 4 ആയിട്ടാണ് കോസ്റ്റ്. അപ്പൊ കോസ്റ്റ് 1 കോസ്റ്റ് 4. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതല്ലേ ബെസ്റ്റ് പാത്ത്. അപ്പൊ ഈ പോർട്ടാണ് എന്താവുക, റൂട്ട് പോർട്ട് ആവുക. R3 എന്ന് പറയുന്ന സ്വിച്ച് 3 എന്ന് പറയുന്ന സ്വിച്ചിനെ സംബന്ധിച്ചിടത്തോളം ഈ പോർട്ടാണ് റൂട്ട് ആവുക. ഈ R2നെ സംബന്ധിച്ചിടത്തോളം ഇതല്ലേ റൂട്ട് ആവുക. കാരണം ഇയാൾക്ക് ഇതിലൂടെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരണം. ഓക്കെ, അപ്പോൾ ഇത് വരും. ഇനി R4നെ സംബന്ധിച്ചിടത്തോളം ഇല്ല, ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 2 എണ്ണമാണ് വരിക. ഓക്കെ, ഇതിലൂടെ വരുന്ന സമയത്ത് 2, ഇതിലൂടെ 2 3. ഓക്കെ, അപ്പൊ ഇതല്ലേ റൂട്ട് പോർട്ട് വരും അല്ലേ. ഇത് റൂട്ട് പോർട്ട് വന്നു, ഇത് റൂട്ട്. ഇനി ഈ സ്വിച്ചിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുക 1 2. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് 1 2, ഇത് 1 2 3. ഓക്കെ, ഇനി ഈ സ്വിച്ചിനെ സംബന്ധിച്ചിടത്തോളം 1 2 3. ഇതിലൂടെ 1 2 3, ഇതിലൂടെ ആകുമ്പോഴോ 1 2. അപ്പോൾ ഇത് റൂട്ട് പോർട്ട് വന്നു. അല്ല, ഇതിനകത്ത് ഇത്രയും ചെയ്തതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു, എല്ലാം റൂട്ടാക്കി. ഇനി ഡെസിഗ്നേറ്റഡ് പോർട്ട്. അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫൈൻഡ് ഡെസിഗ്നേറ്റഡ് പോർട്ട് ഫോർ ഓൾ സെഗ്മെന്റ്സ്. എത്രമാത്രം സെഗ്മെന്റ്സ് ഉണ്ടോ അതിന്റെയൊക്കെ ഡെസിഗ്നേറ്റഡ് പോർട്ട്. ഇപ്പോൾ ഈ സെഗ്മെന്റിൽ ഇതിലൂടെ BPD വരുന്നത് 0 ആയിട്ട്, ഇതിലൂടെ കറങ്ങി തിരിഞ്ഞ് വരുന്ന സമയത്ത് 4 ആയിട്ട്. അപ്പോൾ നമുക്ക് ഇതായിരിക്കും ഡീപ് ഡെസിഗ്നേറ്റഡ് പോർട്ട്. അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിന് നമുക്ക് എന്ത് പറയുക, റൂട്ട് പോർട്ടിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് എന്തായാലും ഡെസിഗ്നേറ്റഡ് പോർട്ട് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് BPD വരുന്നത് നോക്കിയാലും കാണാൻ പറ്റും. ഇതിലൂടെ വരുന്ന സമയത്ത് കോസ്റ്റ് 1, ഇതിലൂടെ 1 2 3. അപ്പോൾ ഇത് DP വരും, ഇത് DP വരും. ഇനി ഈ സെഗ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൂടെ വരുന്ന ഇതിന്റെ കോസ്റ്റ് 1 2. ഇതിലൂടെ വരുന്നത് 1 2 അല്ലേ. ഇവിടെയും വരുന്നത് 1 2. സാർ ഇത് തന്നെയാ അന്നലെ പറഞ്ഞ ടൈ വരുന്നതായിരുന്നു. ടൈ വന്നു. അപ്പൊ ടൈ വന്നാൽ നിങ്ങൾ അടുത്തതായിട്ട് എന്ത് ചെയ്യണം? സെന്റേഴ്സ് ബ്രിഡ്ജ് ID നോക്കണം. ഓക്കെ, അതായത് ഇവിടെ ടൈ വന്നു കഴിഞ്ഞാൽ ഇത് സെൻഡ് ചെയ്ത് തരുന്നത് ആരാണ്? 4. ഇത് സെൻഡ് ചെയ്ത് തരുന്നത് ആരാണ്? 5. അപ്പൊ 5നേക്കാട്ടും ചെറുതാണ് എന്ത്? 4. അപ്പൊ ഇത് DP വരും, ഇത് DP വരും. ഇതാണ് എന്ത് വരിക? NDP വരിക. ഇതാണ് ബ്ലോക്കിംഗ് സ്റ്റേറ്റിൽ ഉണ്ടാവുക. ഈ പോർട്ടിനെയാണ് സ്വിച്ച് എന്ത് ചെയ്യുക, ബ്ലോക്കിംഗ് സ്റ്റേറ്റിൽ ഇടുക. ഓക്കെ അല്ലേ? നമുക്ക് ടൈ വരില്ലല്ലോ 5ലേക്ക് വരാന്. 3 കോസ്റ്റ് അല്ലേ വരുന്നത്? സെഗ്മെന്റ് നോക്കിയതാ, ഇതാണ് റൂട്ട്. ഓക്കെ, ഇതാണ് റൂട്ട് ബ്രിഡ്ജ്. ഇതാണ് നമ്മളുടെ സെഗ്മെന്റ്. ഓക്കെ, ഈ സെഗ്മെന്റിലേക്ക് 1 2, ഈ സെഗ്മെന്റിലേക്ക് 1 2 അല്ലേ? 2 1 2 അല്ലേ?
ഇത് 1, അതെ അതെ ഇത് 1, ഇത് 1, ഇത് 1. ടൈ ആണ്. ഓക്കെ. ഇനി നിങ്ങൾ വേറൊരു ഡയഗ്രാം വരച്ചു നോക്കിയേ. ഇനിയിപ്പം ഈ ഡയഗ്രാം വേണ്ട, നിങ്ങൾ തന്നെ സ്വന്തം വേറൊരു ഡയഗ്രാം വരച്ചു നോക്കിക്കോ. ഒരു സപ്പോസ് സ്വിച്ച് 1, 2, 3, 1, 2, 3 ഇങ്ങനെ. ഓക്കെ. ഓ, ഇതൊന്ന് നിങ്ങൾ സോൾവ് ചെയ്തേ. ഈ ടോപ്പോളജി ഒന്ന് സോൾവ് ചെയ്തേ.
ഇതില് രണ്ട് NDP ഉണ്ടാവില്ലേ? ഹലോ യൂസിൽ എന്താ പറഞ്ഞേ? രണ്ട് ബ്ലോക്കിംഗ് സ്റ്റേറ്റ് വരില്ലേ? രണ്ട് NDP വരില്ലേ? യെസ് യെസ് യെസ്, കറക്റ്റ്. ഇവിടെ 2 ലൂപ്പ് ഉണ്ട്, അതുകൊണ്ട് 2 NDP വരും. ഉം. അതൊന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിൽ ഇട്ടോ, ഞാൻ നോക്കാം. ഞാൻ ഇട്ടേക്കണ് വാട്സപ്പിൽ. എനിക്കത് കറക്റ്റാണ്. സെയിം ഔട്ട്പുട്ട് തന്നെ കിട്ടിയത്. ഓക്കെ 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 ഓക്കെ. എല്ലാവർക്കും കിട്ടിയോ? ഇല്ല, എനിക്ക് മനസ്സിലായില്ല, ഒന്ന് പറഞ്ഞിരുന്നേ. ഓക്കെ ഓക്കെ. അതായത് ഇവിടെ നമ്മൾ സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാൽ, ഫസ്റ്റ് റൂട്ട് ബ്രിഡ്ജിനെ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, റൂട്ട് ബ്രിഡ്ജിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? ഏറ്റവും ചെറിയ ബേസ് മാക് അഡ്രസ് ഉള്ളത് ആരാണ്? ഇയാളാണ്.
അപ്പോൾ അയാൾ നമ്മൾ RB ആക്കി. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നോൺ റൂട്ട് ബ്രിഡ്ജ്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റൂട്ട് പോർട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇപ്പൊ ഇതിനകത്ത് 3 നോൺ റൂട്ട് ബ്രിഡ്ജ് ആണ് ഉണ്ടാവുക, അതുകൊണ്ട് 3 റൂട്ട് പോർട്ടാണ് ഉണ്ടാവുക. ഓക്കെ, ഈ ടോപ്പോളജിയിൽ എത്ര റൂട്ട് പോർട്ട് ഉണ്ടാവും? 3 റൂട്ട് പോർട്ട്. അപ്പോൾ ഈ സ്വിച്ചിന്റെ റൂട്ട് പോർട്ട് ഒന്നുകിൽ ഇതാവാം, അല്ലെങ്കിൽ ഇതാവാം, അല്ലെങ്കിൽ ഇതാവാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് നോക്കാം. ഈ പോർട്ടിലേക്ക്, ഇതാണല്ലോ റൂട്ട് ബ്രിഡ്ജ്. റൂട്ട് ബ്രിഡ്ജിന്റെ അടുത്ത് നിന്ന് ഡയറക്റ്റ് വരികയാണ് കോസ്റ്റ് 1. ഓക്കെ, എല്ലാത്തിനും കോസ്റ്റ് 1 ആണെന്ന് അസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ സെയിം വാല്യൂ ആണ് അസ്യൂം ചെയ്യാം. അപ്പൊ ഇതിലൂടെ കിട്ടുന്ന സമയത്ത് കോസ്റ്റ് 1, ഇതിലൂടെ കറങ്ങി തിരിഞ്ഞ് കിട്ടുമ്പോഴത്തേക്കും കോസ്റ്റ് 2 അല്ലേ? ഇതിലൂടെ കിട്ടുന്നത് 1, 2, 3 ആയിട്ടാണല്ലോ ഇതിലൂടെ കിട്ടുന്നത് അല്ലേ? ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഏറ്റവും കുറവുള്ളത് ഏതാ? 1. ഇത്. അപ്പൊ ഇത് റൂട്ട് പോർട്ടായി, ഈ പോർട്ട് റൂട്ട് പോർട്ടായി. അതേ ലോജിക്ക് വെച്ചിട്ട് തന്നെ ഈ സ്വിച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇത് റൂട്ട് ബ്രിഡ്ജ് അല്ല, റൂട്ട് ബ്രിഡ്ജിന് ഡയറക്റ്റ് കിട്ടുന്നതല്ല റൂട്ട് പോർട്ട് ഉണ്ടാവുക, ഇത് വരും. ഓക്കെ, ഇനി ഈ സ്വിച്ചിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കൺഫ്യൂസിങ് ആണ്. കാരണം വെച്ചാൽ ഇതിലൂടെ കിട്ടുമ്പോൾ കോസ്റ്റ് 2, ഇതിലൂടെ കിട്ടുമ്പോഴും കോസ്റ്റ് 2 അല്ലേ? ഇത് 1 ഇങ്ങനെ കിട്ടുമ്പോൾ കോസ്റ്റ് 2, ഇതും ഇതേമാതിരി തന്നെ കോസ്റ്റ് 2. ഓക്കെ, അപ്പോൾ അവിടെ ടൈ വന്നു. കോസ്റ്റിൽ ടൈ വന്നാൽ ഫസ്റ്റ് കോസ്റ്റ് നോക്കും. കോസ്റ്റിൽ ടൈ വന്നാൽ പിന്നെന്താ നോക്കേണ്ടത്? സെൻഡേഴ്സ് ബ്രിഡ്ജ് ID നോക്കും. സെൻഡേഴ്സ് ബ്രിഡ്ജ് ID എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് അയച്ചു തരുന്നത് സ്വിച്ച് 2, അതായത് അയാളുടെ ബേസ് മാക് അഡ്രസ് 2. ഇത് അയച്ചു തരുന്നത് 3. അപ്പൊ 3-നേക്കാട്ടും ചെറുത് 2 ആയതുകൊണ്ട് ഈ പോർട്ടിനെ നമ്മൾ റൂട്ട് പോർട്ടാക്കി. അപ്പൊ 3 റൂട്ട് പോർട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. അടുത്തതായിട്ട് നമ്മൾ നോക്കുക, ഇതിനകത്ത് 1, 2, 3, 4, 5 സെഗ്മെന്റ് ഉണ്ട്. അപ്പൊ 5 ഡെസിഗ്നേറ്റഡ് പോർട്ടിന് നമ്മൾ അടയാളപ്പെടുത്തും. 5 ഡെസിഗ്നേറ്റഡ് പോർട്ട് നമ്മൾ അടയാളപ്പെടുത്തും. അപ്പൊ റൂട്ട് പോർട്ടിന്റെ ഓപ്പോസിറ്റ് ഡെസിഗ്നേറ്റഡ് പോർട്ട് ആയിരിക്കും. ഇത് ഡെസിഗ്നേറ്റഡ് പോർട്ട് ആയിരിക്കും, ഇത് ഡെസിഗ്നേറ്റഡ് പോർട്ട് ആയിരിക്കും, ഇത് ഡെസിഗ്നേറ്റഡ് പോർട്ട് ആയിരിക്കും. ഇനി ഈ സെഗ്മെന്റിലും റൂട്ട് പോർട്ട് ഇല്ല. അതുകൊണ്ട് ഏതാണ് DP എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിലൂടെ കോസ്റ്റ്, ഇപ്പൊ ഈ സെഗ്മെന്റ് നോക്കുക. ഈ സെഗ്മെന്റിലേക്ക് ഇതിലൂടെ വരുന്ന സമയത്ത് കോസ്റ്റ് 1, ഇതിലൂടെ വരുന്ന സമയത്തും കോസ്റ്റ് 1. ഇതാണല്ലോ റൂട്ട്. അപ്പൊ കോസ്റ്റ് 1 ടൈ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സെൻഡേഴ്സ് ബ്രിഡ്ജ് ID നോക്കും. ഇത് സെൻഡ് ചെയ്ത് തരുന്നത് 3 ആണ്, ഇത് സെൻഡ് ചെയ്ത് തരുന്നത് 2 ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഏതാ DP ആവുക? ഇത് DP ആവും. ഓക്കെ, ഇനി ഈ സെഗ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൂടെ കോസ്റ്റ് 1 ആയിട്ട് കിട്ടുന്നു, ഇതിലൂടെ കിട്ടുമ്പോഴത്തേക്ക് 3 ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതാണ് ഡെസിഗ്നേറ്റഡ് പോർട്ട് വരും. ഇനി ഇതിനകത്ത് അൺമാർക്ക്ഡ് ആയിട്ട് കിടക്കുന്നത് ഏതാ നോക്കുക. അൺമാർക്ക്ഡ് ആയിട്ട് കിടക്കുന്നത് ഏതൊക്കെയാണുള്ളത്? ഒന്ന് ഇത് നോൺ ഡെസിഗ്നേറ്റഡ് ആയിരിക്കും, അത് ബ്ലോക്കിംഗ് സ്റ്റേറ്റിലേക്ക്. അതേമാതിരി തന്നെ ഇത് NDP ആയിരിക്കും, അത് ബ്ലോക്കിങ്ങിലേക്ക്. 2 എണ്ണം ബ്ലോക്കായി കിടക്കും. കാരണം ഇതിനകത്ത് 2 ലൂപ്പ് ഉണ്ട്, 2 എണ്ണത്തിന് ബ്ലോക്ക് ആക്കണം. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളാണ് നമ്മൾ സ്റ്റെപ്പിൽ. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൂട്ട് ബ്രിഡ്ജിനെ ഐഡന്റിഫൈ ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാർക്ക് ഓൾ റൂട്ട് പോർട്ട്. പിന്നെ അടുത്ത സ്റ്റെപ്പ് മാർക്ക് ഓൾ ഡെസിഗ്നേറ്റഡ് പോർട്ട്. പിന്നെ RPയും DPയും അല്ലാതെ അൺമാർക്ക്ഡ് ആയിട്ട് കിടക്കുന്ന മൊത്തം എന്തായിരിക്കും? അൺമാർക്ക്ഡ് ആയിട്ട് കിടക്കുന്നത് മൊത്തം ബ്ലോക്കിങ്ങിലുള്ളതായിരിക്കും, അതായത് നോൺ ഡെസിഗ്നേറ്റഡ് പോർട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒറ്റ സെക്കൻഡ് ഇതിനകത്ത്
സീസണിന്റെ ഒറിജിനൽ ക്വസ്റ്റ്യൻസിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് ഒന്നും കാണില്ല. ഞാൻ നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഞാൻ നോക്കട്ടെ, ബുക്ക് എടുത്ത് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ അകത്തുള്ള ടോപ്പോളജി ക്വസ്റ്റ്യൻസ് എടുത്തു തരണ്ട. അല്ലെങ്കിൽ STP ഉണ്ടോ? STP സ്പാൻ ട്രീ പ്രോട്ടോകോൾ കൺസെപ്റ്റ്. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റണമെന്നായിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബ്രിഡ്ജ് ഐ ഡി വിൻസ് ഇലക്ഷൻ ആസ് റൂട്ട് അസ്യൂമിംഗ് ദാറ്റ് ദ സ്വിച്ചസ് വിത്ത് ദീസ് ബ്രിഡ്ജ് IDs ആർ ഇൻ ദ സെയിം നെറ്റ്വർക്ക്? സി ആണോ? യെസ്, കറക്റ്റ്, സി ആണ്. സി ആണ് വരിക. അതായത് ഇത് പ്രയോറിറ്റി കണ്ടോ, 4097 ആണ് ഏറ്റവും ചെറിയ, 32769, 3276. അപ്പൊ ഇതിനകത്ത് നോക്കുമ്പോൾ പ്രയോറിറ്റി നോക്കുമ്പോൾ 4097 ആണ് ഇതിനകത്ത് ഏറ്റവും ചെറിയ വാല്യൂ. ഇതിനും 4097 വരുന്നുണ്ട്, ഇതിനും 4097. അപ്പോൾ പ്രയോറിറ്റിയിൽ ഇവിടെ ടൈ വന്നു. പ്രയോറിറ്റിയിൽ ടൈ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ ബേസ് മാക് അഡ്രസ് നോക്കണം. ബേസ് മാക് അഡ്രസ് നോക്കുന്ന സമയത്ത് ഇത് 0200, ഇവിടെയും 0200, പിന്നെ ഇവിടുത്തെ ഇത് 1 ആണ്, ഇവിടെ നേരെ മറിച്ച് അത് 2 ആണ്. അപ്പൊ 2-നെക്കാട്ടും ചെറുത് 1 ആണ്. അങ്ങനെ സി ആൻസർ വന്നു, റൂട്ട് ബ്രിഡ്ജ് സി വന്നു. ഓക്കെ, പിന്നെ ബ്ലോക്കിങ്ങും ഫോർവേഡിങ് ലിസണിങ് അതൊക്കെ നമ്മൾ എടുക്കാൻ പോകുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് ഇപ്പൊ നിങ്ങളോട് ചോദിക്കാത്തത്.
ഈ നാലാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാൻ പറ്റുന്നതാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ അത് വായിച്ചു നോക്കിക്കേ. സാർ ഡി ആണ് സംശയം. ഇത് ഇതാണ്. അത് നമ്മൾ പറഞ്ഞിരുന്നു, റൂട്ട് സെലക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ റൂട്ടിൽ നിന്ന് കിട്ടുന്ന BPD ആണ് പിന്നെ എന്ത് ചെയ്യുക, ബാക്കി എല്ലാവരും ഫോർവേഡ് ചെയ്യാം. മനസ്സിലായില്ലേ? നോക്കാം. പിന്നെ ഇതാണ് റൂട്ട് ബാറിന്റെ പ്രോസസ്സ് ഒക്കെ. അതൊക്കെ നമ്മൾ പറഞ്ഞ സംഭവം തന്നെയാണ്. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്.
ഇതാണ് നമ്മൾ പറഞ്ഞ STP. STPന്റെ ഐട്രേഷൻസ് എന്ന് പറയുന്നത് 802.1D എന്ന് പറയുന്ന പ്രോട്ടോകോളിന്റെ അണ്ടറിലാണ് 802.1D ആണ് എന്ത് ശരിക്കും STP എന്ന് പറയുന്നത്. ഓക്കെ, STP ഇതാണ് നോർമൽ STP. ശരിക്കും ഇത് കോമൺ സ്പാനിങ് ട്രീ പ്രോട്ടോകോൾ എന്ന് അറിയപ്പെടും. ഓക്കെ ഓക്കെ, ഒരൊറ്റ, അതായത് VLAN ഒന്നുമില്ല, എത്ര സ്വിച്ച് ഉണ്ടോ ഒരൊറ്റ സ്പാനിങ് ട്രീ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ സിസ്കോ അതിന് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ VLAN സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞിട്ട് അത് അതിനെ എൻഹാൻസ് ചെയ്തു. പിന്നെ പെർ VLAN സ്പാനിങ് ട്രീ പ്ലസ് ഉണ്ട്, അതായത് അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു CST ആയിട്ട് അവർക്ക് ഇന്ററാക്ട് ചെയ്യാനൊക്കെ പറ്റും. അതാണ് PST പ്ലസ് എന്ന് പറയുന്നത്. അത് നമുക്കൊന്ന് വരാം, അതിനകത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ പറഞ്ഞതിന് ശേഷം. പിന്നെ ഉള്ളത് 802.1Dക്ക് പകരം ഒരു WO, അതാണ് റാപ്പിഡ് സ്പാനിങ് ട്രീ പ്രോട്ടോകോൾ. അപ്പൊ ഈ 3 പ്രോട്ടോകോളിന്റെയും ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന്റെ കൺവേർജൻസ് ടൈമാണ്. ഓക്കെ, അതായത് ടോപ്പോളജിയിൽ ഒരു ചേഞ്ച് സംഭവിച്ചാൽ ചിലപ്പോൾ 50 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ് ഈ ടൈം കഴിഞ്ഞിട്ടേ കൺവേർജൻസ് നടക്കുള്ളൂ. അതായത് ഇപ്പോൾ സപ്പോസ് നമ്മൾ വിചാരിക്കുക ഈ ഒരു ടോപ്പോളജി നമ്മൾ 3 സ്വിച്ച് വെച്ചിട്ടുള്ള ടോപ്പോളജി ബിൽഡ് ചെയ്തു. സപ്പോസ് നമ്മൾ വിചാരിക്കുക ഇത് ബ്ലോക്കിങ്ങിലാണെന്ന് വിചാരിച്ചു, ഇത് ബ്ലോക്കിങ്ങിലാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു കമ്പ്യൂട്ടറിലേക്ക് പോകുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഇതുവഴിയാണ് ഇപ്പോൾ പോവുക. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് എന്ത് സംഭവിച്ചു വെച്ചാൽ ഈ ലിങ്ക് ശരിക്കും തന്നെ കട്ടായി. ഒന്നുകിൽ ഈ സ്വിച്ചിൽ പോയി ഞാൻ ഷട്ട് ഡൗൺ കമാൻഡ് അടിച്ചു, ഈ സ്വിച്ചിൽ പോയി ഷട്ട് ഡൗൺ കമാൻഡ് അടിച്ചു, അല്ലെങ്കിൽ ഈ കേബിൾ ഞാൻ ഡിസ്കണക്ട് ചെയ്തു, വലിച്ചൂരി. അപ്പൊ പിന്നെ ഈ പോർട്ട് അപ്പായി വരുന്നവരെ നിങ്ങൾക്ക് എന്തായി പോകും, ഈ PC ഈ PCയിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റോപ്പ് ആയി പോകും. ഈ പോർട്ട് അപ്പായി വരണമെങ്കിൽ എന്ത് ചെയ്യും, ഒന്നുകിൽ 50 സെക്കൻഡ് എടുക്കും, അല്ലെങ്കിൽ ഇൻഡയറക്ട് ലിങ്ക് ഫെയിലിയർ ആണ്, ഡയറക്ട് ലിങ്ക് ഫെയിലിയർ ആണ് 30 സെക്കൻഡ് എടുക്കും, അല്ലെങ്കിൽ 50 സെക്കൻഡ്സ് എടുക്കും. ചിലപ്പോൾ അതിനെക്കാട്ടും കോംപ്ലിക്കേറ്റഡ് ടോപ്പോളജിക്ക് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനെക്കാട്ടും കൂടും. അപ്പൊ ഈ കൺവേർജൻസ് ടൈം എന്ന് പറയുന്നത് ചില നെറ്റ്വർക്കിനകത്ത് അവർ ഒരിക്കലും സാറ്റിസ്ഫൈ മീൻസ് അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ ആരും വില്ലിങ് ആയിരിക്കില്ല. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വിചാരിക്കാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യായിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 30 സെക്കൻഡൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്താൽ പോലും ചിലപ്പോൾ ഡൗൺലോഡിങ് തിരിച്ച് വർക്ക്ഔട്ട് ആയിരിക്കും. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ വിചാരിക്കും ഇവിടെ നിന്ന് ഒരു IP ടെലിഫോൺ വഴി ഒരാൾ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വിചാരിക്കാം. ഓക്കെ, ഒരു വോയിസ് ഫോൺ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ സ്പാനിങ് ട്രീന്റെ കൺവേർഷൻ സംബന്ധിച്ച് 30 സെക്കൻഡ് നേരത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവരായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുന്ന, അല്ലെങ്കിൽ 50 സെക്കൻഡ് നേരത്തേക്ക് ആ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കായി പോകാനൊക്കെയുള്ള സാധ്യതയുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു ഫാസ്റ്റ് എൻവയോൺമെന്റ് വേണ്ട ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, നമ്മൾ റാപ്പിഡ് സ്പാനിങ് ട്രീ പ്രോട്ടോകോളിലേക്ക് മൂവ് ചെയ്യും. ഇവിടെ ബാക്കപ്പ് പാത്ത് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് 2 സെക്കൻഡ്സിന്റെ ഉള്ളിൽ തന്നെ ഇവിടെ എന്ത് ചെയ്യും, കൺവേർജൻസ് നടക്കും. വളരെ ഫാസ്റ്റ് ആയിട്ട് ഇവിടെ 2 സെക്കൻഡ്സ്, ചില സിനാരിയിലൊക്കെ ചിലപ്പോൾ 6 സെക്കൻഡ്സ് ഒക്കെ ആവും. പക്ഷെ എന്നാൽ പോലും വളരെ ഫാസ്റ്റ് ആയിട്ട് ചിലപ്പോൾ 2 സെക്കൻഡ്സ് ഇല്ലാണ്ട് തന്നെ നമ്മൾ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ റാപ്പിഡ് സ്പാനിങ് കൺവേർജൻസ്. അപ്പൊ നമ്മൾ അതിന്റെ സ്പാനിങ് RSTP ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ ബേസിക് ലെവൽ വർക്ക് ചെയ്യുന്നത് STPനാണ്. STPക്കകത്ത് കുറച്ച് മോഡിഫിക്കേഷൻസ് കൊണ്ടുവന്നതാണ് ശരിക്കും RSTP എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ പോലും അത് പുതിയ പ്രോട്ടോകോൾ തന്നെയാണ്. കാരണം അതിനകത്ത് കുറെ ചേഞ്ചസ് ആണ്. ആ ചേഞ്ചസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. CCNP ലെവലിൽ അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. പക്ഷെ അതിന്റെ മുന്നിൽ നിങ്ങൾ എന്തായിരിക്കണം, STP നിങ്ങൾ കോൺഫിഡന്റ് ആയിരിക്കണം. എന്നുണ്ടെങ്കിലേ പിന്നെ നമുക്ക് RSTPയിലേക്ക് MSTPയിലേക്ക് പോകും. STP പോലും നമ്മൾ ടോട്ടലി പഠിച്ചു കഴിഞ്ഞിട്ടില്ല. ഇനി ഇതിനകത്ത് ലിസണിങ് ടൈം, ലേണിംഗ് ടൈം, ഫോർവേഡിങ് മീൻസ് അതിന്റെ ഫോർവേഡ് ഡിലേ ടൈമർ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. ഓക്കെ, പിന്നെ 802.1S എന്ന് പറയുന്നതാണ് എന്ത്, മൾട്ടിപ്പിൾ സ്പാനിങ് ട്രീ പ്രോട്ടോകോൾ, MSTP എന്ന് പറയുന്നത്. പിന്നെ സ്വിച്ചസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് PV പെർ VLAN സ്പാനിങ് ട്രീ പ്ലസ്, അല്ലെങ്കിൽ RSTP, അല്ലെങ്കിൽ MSTP. ഇതെല്ലാം ബാക്ക്വേർഡ് കോമ്പറ്റബിൾ ആണ്. ഇത് 802.1D ആയിട്ട് ബാക്ക്വേർഡ് കോമ്പറ്റബിൾ ആണെന്ന് പറയും.
പ്രിവിലേജ് വരാം, ഈ പോയിന്റ് ഇങ്ങോട്ട് വരാം. ഡിസേബിൾഡ്, ബ്ലോക്കിങ്, ലിസണിങ്, ലേണിങ്, ഫോർവേഡിങ്, ബ്രോക്കൺ സ്പെഷ്യൽ കേസ് ആണ്. ഓക്കെ, ഈ നോട്ട് നോക്കണം കേട്ടോ നിങ്ങൾ. ഈ നോട്ടാണ് CCNA ലെവൽ ബേസിക്സ് എന്ന് പറയുന്നത്. ഈ നോട്ടിലുള്ള STP മൊത്തം നിങ്ങൾ നോക്കണേ. STPയിൽ ഒരുവിധം ബേസിക് ലെവലുള്ള കാര്യങ്ങൾ, നമ്മൾ CCNA ലെവലുള്ള കാര്യങ്ങൾ ഈ നോട്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ CCNP-ക്കാരാണല്ലോ അല്ലെ? നിങ്ങൾക്ക് ഈ നോട്ട് തന്നിട്ടുണ്ടായിരുന്നേ? ഇല്ല, CCNA-ക്കാർക്ക് മാത്രമേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ ഈ നോട്ട്. അതാണ് എൻ്റെ പാസ്വേഡ്. ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴത്തേക്കും നിങ്ങളത് വായിച്ചു വരണേ. എൻ്റെ വീഡിയോ കാണുക, പിന്നെ നിങ്ങളത് വായിക്കുക. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമ്മൾ പഠിക്കുന്നത് ഈ സ്പാനിങ് ട്രീന്റെ പോർട്ടിന്റെ സ്റ്റേറ്റുകളാണ്. ഈ പോർട്ടിന്റെ സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത്, ഡിസേബിൾഡ് എന്ന് പറയുന്നത് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്ത് വെച്ച സ്റ്റേറ്റിനെ നമ്മൾ ഡിസേബിൾഡ് എന്ന് പറയുന്നത്. ഇന്നാക്റ്റീവ്, ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ്ലി ഡൗൺ, ലിങ്ക് ഡൗൺ ഓർ പോർട്ട് ഫെയിൽ, ഇതാണ് ഡിസേബിൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു ഇതിനകത്ത് ഒരു ഇന്റർഫേസിൽ വന്നിട്ട് നമ്മളത് ഷട്ട് ഡൗൺ ചെയ്ത് നോ ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താ സംഭവിക്കാൻ വെച്ചാൽ, ഫസ്റ്റ് അത് ബ്ലോക്കിംഗ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. അതായത് ഈ സ്റ്റേറ്റിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവര് ഈ ഇതിൽ നിന്നും ലിസണിങ് സ്റ്റേറ്റിലേക്ക്, അതായത് ഇപ്പം ഒരു പോർട്ടിനകത്ത് ഈ ബ്ലോക്കിംഗ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബ്ലോക്കിംഗ് സ്റ്റേറ്റിൽ ഒരു ഡാറ്റയും ഫോർവേഡ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ സപ്പോസ് ഇതൊരു സ്വിച്ച്. ഓക്കെ, ഇതൊരു സ്വിച്ച്, ഇതൊരു പോർട്ട്, ഇത് വേറെ പോർട്ട്, ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്തത്. ഓരോരോ പോർട്ടും, ഈ പോർട്ടാണെങ്കിലും ഈ പോർട്ടാണെങ്കിലും ഈ പോർട്ടാണെങ്കിലും ഈ പോർട്ടാണെങ്കിലും, ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഒരു PC കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു PC കണക്ട് ചെയ്തിട്ടുണ്ട്, ഈ പോർട്ടാണെങ്കിലും ഏതൊരു പോർട്ടാണെങ്കിലും ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ നോ ഷട്ട് ഡൗൺ അടിച്ച് അപ്പായി, അല്ലെങ്കിൽ നമ്മൾ ഒരു സ്വിച്ച് ബൂട്ട് ചെയ്തു അത് അപ്പായി വരുന്ന സമയത്ത് ഫസ്റ്റ് ബ്ലോക്കിംഗ് സ്റ്റേറ്റിൽ വെച്ചിട്ട്, അതായത് ഒരു ഡാറ്റയും ഇനീഷ്യലി ഫോർവേഡ് ചെയ്യില്ല, ഒരു ഡാറ്റയും അങ്ങോട്ടും അയക്കില്ല ഇങ്ങോട്ടും അയക്കില്ല. എന്നിട്ട് ആ സമയത്ത് നമുക്ക് ഇപ്പോൾ സപ്പോസ് നമ്മൾ വിചാരിക്കാം ഈ ഇന്റർഫേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഇന്റർഫേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡാറ്റ ഒന്നും അയക്കില്ല എന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, സ്പാനിങ് ട്രീന്റെ BPD അയക്കും. അതേമാതിരി BPD ഇങ്ങോട്ട് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് ചെക്ക് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് BPD കിട്ടുന്ന സമയത്ത്
BPD ഫോർവേഡ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവും നമ്മളെ പോർട്ട് ഒന്നുകിൽ ഡെസിഗ്നേറ്റഡ് പോർട്ട് ആണ്. അതായത് ഇപ്പോൾ സപ്പോസ് നമ്മൾ വിചാരിക്കുക ഈ ഒരു പോർട്ട് ഓക്കെ, ഈ ഒരു പോർട്ട് എന്ന് പറയുന്നത് ഡെസിഗ്നേറ്റഡ് പോർട്ട് ആണ്, അല്ലെങ്കിൽ റൂട്ട് പോർട്ട് ആണ്, അല്ലെങ്കിൽ നോൺ ഡെസിഗ്നേറ്റഡ് പോർട്ട് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നോൺ ഡെസിഗ്നേറ്റഡ് പോർട്ട് ആണ് എന്നുണ്ടെങ്കിൽ അയാൾ ബ്ലോക്കിംഗ് സ്റ്റേറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, നേരെ മറിച്ച് ഡെസിഗ്നേറ്റഡ് പോർട്ട് ആണെങ്കിലും റൂട്ട് പോർട്ട് ആണെങ്കിലും അയാൾ ഫോർവേഡിങ് സ്റ്റേറ്റിൽ എത്തണം. ഫോർവേഡിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താ? ഡാറ്റാസ് അയാൾ സെൻഡ് ചെയ്യുകയും ചെയ്യും, ഡാറ്റാസ് അയാൾ റിസീവ് ചെയ്യുകയും ചെയ്യും. കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന ഡാറ്റാസ് അയാൾ ഫോർവേഡ് ചെയ്യും. അതാണ് ഫോർവേഡിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്ലോക്കിംഗ് സ്റ്റേറ്റിൽ നിന്നും ഒരിക്കലും ഇയാൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോർവേഡിങ് സ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്യാൻ പറ്റൂല. അതായത് ബ്ലോക്കിംഗ് സ്റ്റേറ്റിന് ഇയാൾക്ക് മനസ്സിലായി ഇത് ഡെസിഗ്നേറ്റഡ് പോർട്ടാണ്, റൂട്ട് പോർട്ടാണ്, അപ്പൊ അതിനെന്ത് ചെയ്യണം, ഫോർവേഡിംഗ് സ്റ്റേറ്റിൽ എത്തണം. പക്ഷെ ഫോർവേഡിംഗ് സ്റ്റേറ്റിൽ എത്തണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം എന്നറിയോ, ബ്ലോക്കിംഗ് സ്റ്റേറ്റിൽ നിന്ന് ലിസണിങ് സ്റ്റേറ്റിലേക്ക് ചാടും. ഓക്കെ, ലിസണിങ് സ്റ്റേറ്റിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബ്ലോക്കിംഗ് സ്റ്റേറ്റിൽ നമുക്ക് BPDs കിട്ടിയിട്ടുണ്ട്. BPDs കിട്ടിയിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് DP ഡെസിഗ്നേറ്റഡ് പോർട്ട് ആക്കണം അല്ലെങ്കിൽ റൂട്ട് പോർട്ട് ആക്കണം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും 15 സെക്കൻഡ് നേരത്തേക്ക് അയാൾ ലിസൺ ചെയ്തുകൊണ്ടിരിക്കും. ലിസൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റ് ആണോ, ഓക്കെ, അല്ലെങ്കിൽ ഇതിനെക്കാട്ടും ബെറ്റർ BPD വേറെ എവിടെന്നെങ്കിലും വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിനെക്കാട്ടും ലോവർ BPD നമുക്ക് വേറെ എവിടെന്നെങ്കിലും വരുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ ഇയാൾ BPDs അയാൾ എന്ത് ചെയ്യും, റിസീവ് ചെയ്യും, സെൻഡ് ചെയ്യും. എന്നിട്ട് അയാൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഇൻഫർമേഷൻ കറക്റ്റ് ആണോ എന്നുള്ളത് അയാൾ ലിസൺ ചെയ്തുകൊണ്ടിരിക്കും 15 സെക്കൻഡ്. ഈ 15 സെക്കൻഡ് ലിസൺ ചെയ്തിട്ടും ഒരു ചേഞ്ചും കാണുന്നില്ല. അയാൾക്ക് മനസ്സിലായി എന്തായാലും ഇയാൾ DP തന്നെയാണ്. അപ്പൊ അയാൾ ഫോർവേഡിങ്ങിലേക്ക് ഇടണമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ലിസണിങ് സ്റ്റേറ്റിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യും, അയാൾ ലേണിംഗ് സ്റ്റേറ്റിലേക്ക് മാറും. ഓക്കെ, അതായത് ഇതൊരു ഒരു പോർട്ടിന്റെ സ്ഥിതി ആട്ടോ, ഈ ഒരു പോർട്ടിന്റെ സ്ഥിതി അല്ലെങ്കിൽ ഈ ഒരു പോർട്ടിന്റെ സ്ഥിതിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇയാൾ ലിസണിങ് ഇതിൽ നിന്ന് നമ്മൾ ലേണിംഗ് സ്റ്റേറ്റിലേക്ക് നമ്മൾ മാറും. ഈ ലേണിംഗ് സ്റ്റേറ്റിലാണെങ്കിലും ഇപ്പൊ ലിസണിങ് സ്റ്റേറ്റിലാണെങ്കിലും ഡാറ്റാസ് ഒന്നും ഫോർവേഡ് ചെയ്യില്ല, ഡാറ്റാസ് സെൻഡ് ചെയ്യില്ല, റിസീവ് ചെയ്യില്ല. ഇവിടെ എന്താ, BPDs മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇവിടെ പ്രോസസ്സ് ചെയ്യുന്നുള്ളൂ ലിസണിങ് ടൈമിൽ BPD. അപ്പൊ ലേണിംഗ് ടൈമിലും ശരിക്കും BPDs മാത്രമേ പ്രോസസ്സ് ചെയ്യുന്നുള്ളൂ, ഡാറ്റാസിനെ ഡിസ്കാർഡ് ചെയ്യും. അതായത് ഇപ്പൊ സപ്പോസ് നമ്മൾ വിചാരിക്കാം ഈ ഒരു പോർട്ട് നമ്മൾ അപ്പാക്കി, ഈ PCന്ന് ഡാറ്റ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇയാൾ ലേണിംഗ് ടൈമിലാണ്, ലിസണിങ് ടൈമിലാണെന്നുണ്ടെങ്കിൽ ഡാറ്റ വരുന്ന സമയത്ത് ആ ഡാറ്റനെ അവിടെ ഡ്രോപ്പ് ചെയ്യുക, ഡാറ്റ ഡ്രോപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ലേണിംഗ് ടൈമിൽ എത്തിക്കഴിഞ്ഞാൽ ഡാറ്റ ഡ്രോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ഡാറ്റേന്റെ സോഴ്സ് MAC അഡ്രസ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ MAC അഡ്രസ് ടേബിളിൽ അയാൾ അപ്ഡേറ്റ് ചെയ്യും. ഇന്ന MAC അഡ്രസ്സുകൾ ഇന്ന പോർട്ടിൽ ലേൺ ആയിട്ടുണ്ട് എന്നുള്ളത് അയാൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ ലേണിംഗ് ടൈമിൽ ശരിക്കും ലിസണിങ് ടൈമിലുള്ള എല്ലാ സംഭവങ്ങളും നടക്കുന്നുണ്ട്, പ്ലസ് എന്ത് ചെയ്യുന്നുണ്ട്, MAC അഡ്രസ് ലേണിംഗും കൂടെ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് ലേണിംഗ് ടൈം. അപ്പൊ ലേണിംഗ് ടൈമിൽ എത്ര സെക്കൻഡ് ഉണ്ടാവും, 15 സെക്കൻഡ് ലേണിംഗ് ടൈമിലും ഉണ്ടാവും. അതും ലേണിംഗ് ടൈമും കഴിഞ്ഞിട്ട് 15 സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്ത് ചെയ്യും, അതിനെ ആ പോർട്ടിനെ ഫോർവേഡ് ചെയ്യും. അപ്പോഴാണ് ശരിക്കും ഒരു ഡാറ്റ പാസ് ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം, ഡീബഗ് സ്പാനിങ് ട്രീ ഇവന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡ് ഉണ്ട്, ഡീബഗ് സ്പാനിങ് ട്രീ ഇവന്റ്സ്. ഓക്കെ, ആ ഡീബഗ് ചെയ്ത് നോക്കിയിട്ട് ഒരു 2 സ്വിച്ചുകൾ തമ്മിൽ ഇതേമാതിരി കണക്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ അടുത്ത ലാബ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടതാണ്, 2 സ്വിച്ച് എടുത്തിട്ട് ഇതേപോലെ 2 പോർട്ട് എടുത്ത് കണക്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ പോർട്ടിൽ ഒരു PC കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തൽക്കാലത്ത് ഈ റൂട്ടർ കണക്ട് ചെയ്താൽ മതി. അത്ര പെർഫോമൻസ് ഒന്നും യൂട്ടിലൈസ് ചെയ്യാത്ത ഒരു റൂട്ടർ കണക്ട് ചെയ്യുക, ഇവിടെയും റൂട്ടർ കണക്ട് ചെയ്യുക. ഇത് സാധാരണ ലെയർ 2 സ്വിച്ച് ആയിട്ട് കോൺഫിഗർ ചെയ്യുക. അതായത് IP ഒന്നും കോൺഫിഗർ ചെയ്യുക, ലെയർ 2 സ്വിച്ച് ആയിട്ട് കോൺഫിഗർ ചെയ്യുക. ഈ 2 പോർട്ടും ഇവിടെ കിടക്കുക. ഒന്നുകിൽ ആക്സസ് പോർട്ടായിട്ട് VLAN 1 തന്നെ കിടന്നോട്ടെ, പെർ VLAN സ്പാനിങ് ട്രീ ആണല്ലോ റൺ ചെയ്യുന്നത്. അപ്പോൾ VLAN 1 തന്നെ കിടന്നോട്ടെ, ഇയാളും VLAN 1 കിടക്കട്ടെ, ഇയാളും VLAN 1 കിടക്കട്ടെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തും ഡീബഗ് സ്പാനിങ് ട്രീ ഇവന്റ്സ് കോൺഫിഗർ ചെയ്തിട്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്തു, ഈ 2 ഇന്റർഫേസും ഷട്ട് ഡൗൺ ചെയ്ത് വെച്ചു.
ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ഇന്റർഫേസും നോ ഷട്ട് ഡൗൺ ചെയ്യുക. നോ ഷട്ട് ഡൗൺ ചെയ്തിട്ട് നമ്മൾ ഡീബഗ് സ്പാനിങ് ട്രീ ഇവന്റ്സ് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ഈ പോർട്ട് ലിസണിങ് ടൈമിലേക്ക് പോകുന്നതും ലേണിംഗ് ടൈമിലേക്ക് പോകുന്നതും ഫോർവേഡിങ് സ്റ്റേറ്റിൽ എത്തുന്നതും ലിസണിങ് സ്റ്റേറ്റിലും ഫോർവേഡിങ് ഇതിലൊക്കെ എത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ അറിയാം, ഈ പി സിയിലേക്ക് നിങ്ങൾക്ക് കണ്ടിന്യൂസ് പിങ് ഇടാം. പിങ് എന്ന് അടിച്ചിട്ട് IP അഡ്രസ് അപ്പുറത്ത് IP അഡ്രസ് കൊടുക്കുക. എന്നിട്ട് റിപ്പീറ്റ് കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയൊരു വാല്യൂ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാറ്റ നിങ്ങൾക്ക് 30 സെക്കൻഡ് നേരത്തേക്ക് ഡാറ്റ സ്റ്റോപ്പായി പോകുന്നപ്പോൾ നിങ്ങൾക്ക് കാണാം. ഷട്ടും നോ ഷട്ടും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നാളത്തെ നെക്സ്റ്റ് ലാബിൽ നമുക്കത് ചെയ്ത് നോക്കാം. ഇന്ന് നമുക്ക് ചെയ്ത് നോക്കാനുള്ള സമയമില്ല. അപ്പം നെക്സ്റ്റ് ലാബിൽ നിങ്ങളത് ചെയ്ത് നോക്കാം. നാളത്തെ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഈ ടോപ്പോളജി നിങ്ങളൊന്ന് ബിൽഡപ്പ് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ ഈ ലിസണിങ് ടൈമും ലേണിംഗ് ടൈമും എന്താണെന്നുള്ളത് ജസ്റ്റ് നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യാം. ലിസണിങ് ടൈം എന്ന് പറഞ്ഞാൽ 15 സെക്കൻഡാണ് ഉണ്ടാവുക. ലിസണിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താ, ഓൺലി എ റൂട്ട് ഓർ ഡെസിഗ്നേറ്റഡ് പോർട്ട് വിൽ മൂവ് ടു ദ ലിസണിങ് സ്റ്റേറ്റ്. അതായത് റൂട്ടോ ഡെസിഗ്നേറ്റഡോ ആണെങ്കിൽ മാത്രമേ അയാൾ ഫോർവേഡിങ് സ്റ്റേറ്റിൽ എത്തേണ്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യേണ്ടുള്ളൂ, ലിസണിങ് സ്റ്റേറ്റിൽ മൂവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, ദ നോൺ ഡെസിഗ്നേറ്റഡ് പോർട്ട് വിൽ സ്റ്റേ ഇൻ ദ ബ്ലോക്കിംഗ് സ്റ്റേറ്റ്. അയാൾ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലോക്കിംഗ് സ്റ്റേറ്റിൽ തന്നെ സ്റ്റക്ക് ആയിട്ട് അവിടെ കിടക്കുകയും ഫോർവേഡിങ്ങിലേക്ക് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ലിസണിങ് സ്റ്റേറ്റിൽ നോ ഡാറ്റ ട്രാൻസ്മിഷൻ ഒക്കർ അറ്റ് ദിസ് സ്റ്റേറ്റ്. ഓക്കെ, ഫോർ 15 seconds ജസ്റ്റ് ടു മേക്ക് ഷുവർ ദ ടോപ്പോളജി ഡസൻ ചേഞ്ച് ഇൻ ദ മീൻ ടൈം. ഇപ്പൊ നമുക്ക് ഇപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റ് ആണ്, ടോപ്പോളജിയിൽ വേറെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് അയാൾ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ലിസണിങ് സ്റ്റേറ്റിൽ നടക്കുന്നത്. സെൻഡ്, റിസീവ് ആൻഡ് പ്രോസസ് BPDU. ഓക്കെ, അതായത് BPDUs സെൻഡ് ചെയ്യും, റിസീവ് ചെയ്യും, പ്രോസസ് ചെയ്യും, അതൊക്കെ നടക്കും. പക്ഷേ നോ ഡാറ്റ ഫ്രെയിംസ് ഒക്കെ അവിടെ ഡിസ്കാർഡ് ചെയ്യപ്പെടും. നിങ്ങൾ നേരത്തെ ടോപ്പോളജിയിൽ കണ്ടിന്യൂസ് പിങ് നടക്കുക വെച്ചാൽ പിങ്ങിന്റെ പാക്കറ്റ്സ് ഒക്കെ അവിടെ വെച്ചിട്ട് ഡ്രോപ്പ് ചെയ്യപ്പെടും. ഡാറ്റാസ് ഫോർവേഡ് ചെയ്യില്ല. അതാണ് ലിസണിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റേറ്റ് എന്താണ്? അടുത്ത സ്റ്റേറ്റ് ലേണിംഗ് സ്റ്റേറ്റ്. At this moment, the interface will process Ethernet frames by looking the source MAC address to fill the MAC address table. Okay. അതായത് ലേണിംഗ് ടൈമിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പ്ലസ് ഇയാള് ഡ്രോപ്പ് ചെയ്യുന്ന എതർനെറ്റ് ഫ്രെയിംസിനെ അയാൾ എന്തായാലും ഡിസ്കാർഡ് ചെയ്ത് കളയണം. എന്നെങ്കിൽ പോലും ആ ഫ്രെയിംസിന്റെ സോഴ്സ് MAC അഡ്രസ് നോക്കിയിട്ട് എന്ത് ചെയ്യാണ്, ആ പോർട്ടിന്റെ MAC അഡ്രസ് ടേബിൾ അയാളത് ഫില്ല് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫ്രെയിംസ് however are not forwarded to the destination. ഒരിക്കലും പക്ഷെ സോഴ്സ് MAC അഡ്രസ് ലേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ അഡ്രസ്സിന്റെ ഡെസ്റ്റിനേഷൻ MAC അഡ്രസ് നോക്കി കണ്ടിട്ട് അതിനെ സ്വിച്ച് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, സെൻഡ്, റിസീവ് ആൻഡ് പ്രോസസ് BPDU. അതായത് BPDUs സെൻഡ് ചെയ്യും, റിസീവ് ചെയ്യും, പ്രോസസ് ചെയ്യും. ഡാറ്റ ഫ്രെയിംസ് സെൻഡ് ചെയ്യൂല. പക്ഷെ MAC അഡ്രസ് ടേബിൾ ലേൺ ചെയ്യും, ഫ്രെയിംസ് ഡിസ്കാർഡ് ചെയ്യും. ഇതാണ് ലേണിംഗ് ടൈമിൽ നടക്കുന്നത്. പിന്നെ ഫോർവേഡിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ദിസ് ഈസ് ഫൈനൽ സ്റ്റേറ്റ് ഫോർ ദ ഇന്റർഫേസ് ആൻഡ് ഫൈനലി ദ ഇന്റർഫേസ് വിൽ ഫോർവേഡ് ദ എതർനെറ്റ് ഫ്രെയിംസ്. പോർട്ട് ബിഹേവ് ലൈക്ക് നോർമൽ സ്വിച്ച് പോർട്ട്. സെൻഡ്, റിസീവ് ആൻഡ് പ്രോസസ് BPDUs ആൻഡ് ഡാറ്റ ഫ്രെയിംസ് ആൻഡ് ലേൺ ദ MAC അഡ്രസ്. എല്ലാ കാര്യങ്ങളും നോർമൽ രീതിയിൽ ഒരു സ്വിച്ച് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിൽ തന്നെ നടക്കുന്നതാണ് ഫോർവേഡിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ബ്ലോക്കിംഗ് സ്റ്റേറ്റിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ബ്ലോക്കിംഗ് സ്റ്റേറ്റിൽ ഡാറ്റാസ് ഒന്നും സെൻഡ് ചെയ്യൂല. അത് കാരണം അത് നോൺ ഡെസിഗ്നേറ്റഡ് പോർട്ടാണ്. ഓക്കെ, എ പോർട്ട് ഇൻ ദ ബ്ലോക്കിംഗ് സ്റ്റേറ്റ് ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫ്രെയിം ഫോർവേഡിംഗ്. ഓക്കെ, ആൻഡ് ഓൾസോ ഡിസ്കാർഡ് ദ ഫ്രെയിംസ് റിസീവ്ഡ് ഫ്രം അറ്റാച്ച്ഡ് നെറ്റ്വർക്ക് സെഗ്മെന്റ്സ്. വിൽ നോട്ട് സെൻഡ് BPDU, receive BPDU, will not process BPDU, will not send and receive any data frames. ഓക്കെ, അതായത് ഇതൊന്നും ഞാൻ ചെക്ക് ചെയ്ത് പറഞ്ഞു. വിൽ നോട്ട് സെൻഡ് BPDUs അയാളെ സെൻഡ് ചെയ്യില്ല. അപ്പൊ അതായത് ഇപ്പോൾ നമ്മളൊരു പോർട്ട് ബ്ലോക്ക്ഡ് ആയി കഴിഞ്ഞാൽ ആ ഇന്റർഫേസിൽ കൂടെ അയാൾ BPDUs എന്ത് ചെയ്യുന്നില്ല, സെൻഡ് ചെയ്യുന്നില്ല.
ഓക്കെ. പക്ഷേ നമ്മൾ ഇങ്ങനെ ഓർക്കുക, ഇത് നമ്മുടെ സിമ്പിൾ ഒരു ടോപ്പോളജി. ഓക്കെ, ഇത് ബ്ലോക്കിംഗ് സ്റ്റേറ്റിലാണെന്ന് വിചാരിച്ചു. ഈ പോർട്ട് ബ്ലോക്കിംഗ് സ്റ്റേറ്റിൽ. പക്ഷെ ഈ പോർട്ട് ഡെസിഗ്നേറ്റഡ് പോർട്ടാണ്. ഇയാൾ ഫോർവേഡിംഗ് സ്റ്റേറ്റിലേക്ക്. ഇത് ഫോർവേഡിങ്ങിലാണ്, ഇത് ഫോർവേഡിങ്ങിലാണ്, ഇത് ഫോർവേഡിങ്ങിലാണ്, ഇത് ഫോർവേഡിങ്ങിലാണ്, ഇതും ഫോർവേഡിങ്ങിലാണ്. ഈ സ്വിച്ചിനെ സംബന്ധിച്ചിടത്തോളം ലിങ്ക് ഡൗൺ ഒന്നുമില്ല, ഫോർവേഡിങ്. പക്ഷെ ഈ പോർട്ട് ബ്ലോക്ക്ഡ്. അപ്പൊ ഇവിടെ ഇയാള് BPDUs സെൻഡ് ചെയ്യുന്നില്ലെങ്കിലും ഇവിടെ നിന്നുള്ള BPDUs ഓരോ 2 സെക്കൻഡ്സിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ റിസീവ് ആവുന്നുണ്ട്. പക്ഷെ ആ BPDU ഇത് ബ്ലോക്കിംഗ് സ്റ്റേറ്റിൽ അതിനെ കൊണ്ട് ഒരിക്കലും അത് പ്രോസസ് ചെയ്തിട്ട് എന്തില്ല, താഴത്തെ സ്വിച്ചിലേക്ക് അല്ലെങ്കിൽ അപ്പർ സ്വിച്ചിലേക്ക് അയാൾ അത് അയക്കുന്നില്ല. അതാണ് പറയുന്നത് വിൽ നോട്ട് സെൻഡ് BPDUs. BPDUs സെൻഡ് ചെയ്യില്ല. പക്ഷെ BPDUs ഇവിടുന്ന് കിട്ടുന്നുണ്ട്, അത് റിസീവ് ചെയ്യുന്നില്ല, പ്രോസസ്സ് ചെയ്യുന്നില്ല എന്ന് മാത്രം. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഡാറ്റാസ് വരികയാണെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഒരു കമ്പ്യൂട്ടറിന് ഒരു ഡാറ്റ ഇതിൽ കൂടെ അങ്ങോട്ട് വന്നാൽ പോലും, കാരണം ഫ്ലഡിങ് ഒക്കെ നടക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വരുമല്ലോ, അങ്ങോട്ട് വന്നാൽ പോലും അയാൾ എന്ത് ചെയ്യും, അതവിടെ ഒരിക്കലും അതിനെ അങ്ങോട്ട് കറക്റ്റ് വിടും. യൂണികാസ്റ്റ് ആണെങ്കിലും ബ്രോഡ്കാസ്റ്റ് ആണെങ്കിലും മൾട്ടികാസ്റ്റ് ആണെങ്കിലും ഏതാണെങ്കിലും അതൊക്കെ ബ്ലോക്ക് വരും. ഈ 4 സ്റ്റേറ്റുകളും കൂടെ നിങ്ങൾ ബേസിക് ലെവലിൽ നിന്ന് നിങ്ങളൊന്ന് പഠിക്കാം. എന്നിട്ട് ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. STP എന്ന് പറയുന്നത് സിമ്പിൾ പ്രോട്ടോകോൾ അല്ല, കോംപ്ലിക്കേറ്റഡ് പ്രോട്ടോകോൾ ആണ്. 1-2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് ഡെപ്തിൽ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ. പക്ഷെ നമ്മളത് അങ്ങനെ മനസ്സിലാക്കിയാലാണ് നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക. ഒരു ട്രബിൾ ഷൂട്ടിംഗ് ഒക്കെ വന്നാൽ നമുക്ക് സ്പാനിങ് ട്രീലിൻ്റെ ലൂപ്പോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോപ്പറായിട്ട് ട്രബിൾ ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. സാർ ഈ ലേണിംഗ് സ്റ്റേറ്റിൽ BPD മെസ്സേജ് എന്തിനാ ഉപയോഗിക്കുന്നത്? BPDU എന്ന് പറയുന്നത് എപ്പോഴും ഓരോ 2 സെക്കൻഡ്സിലും അത് നടന്നുകൊണ്ടിരിക്കും. ലിസണിങ് ടൈമിലും ലേണിംഗ് ടൈമിലും ഒക്കെ BPDUs എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പ്രോസസ് ആവുന്നുണ്ട്. അത് ഓരോ 2 സെക്കൻഡ്സിലും സ്വിച്ച് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. 2 സെക്കൻഡ്സിൽ മീൻസ് റൂട്ടിന്റെ അടുത്ത് നിന്ന് കിട്ടുന്നത് അയാൾ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, റൂട്ടാണ്. പിന്നെ റൂട്ട് കിട്ടിയാൽ റൂട്ട് ആരാ ഉണ്ടാക്കുന്നത്? എങ്ങനെ ഇപ്പൊ റൂട്ടിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ടാണല്ലോ പിന്നെ BPD സെൻഡ് ചെയ്യുക. റൂട്ടിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ടൈമിൽ എല്ലാവരും ഞാനാണ് റൂട്ട് എന്ന് വിചാരിച്ചും കണ്ട് എല്ലാവരും BPD സെൻഡ് ചെയ്യും. പക്ഷെ കുറച്ച് സമയം എത്തുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, സ്വിച്ചിന്റെ റൂട്ടിന്റെ അടുത്തുനിന്ന് BPD കിട്ടുമ്പോൾ ഇയാൾക്ക് മനസ്സിലാവും ഞാനല്ല റൂട്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് കിട്ടുന്ന BPDനെ അയാൾ ഇങ്ങോട്ട് സെൻഡ് ചെയ്യും. ഇത് നിങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റും? ഇതേമാതിരത്തെ ഒരു ടോപ്പോളജി നിങ്ങൾ ഉണ്ടാക്കുക അവിടെ. എന്നിട്ട് ഡീബഗ് സ്പാനിങ് ട്രീ ഇവന്റ്സും ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഡീബഗ് സ്പാനിങ് ട്രീ ഹെലോസ് ഉണ്ട്. അതിനകത്ത് BPD സെൻഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാമല്ലോ, ഓരോ 2 സെക്കൻഡ്സിലും വരുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, അത് ഈ 3 സ്വിച്ചിലും നിങ്ങൾ ചെയ്യാം. ഡീബഗ് നമുക്ക് നാളെ ചെയ്ത് നോക്കാം. ഇന്നിപ്പോൾ നമുക്ക് ടൈമില്ല, നാളെ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നാളെ നമ്മൾ സ്പാനിങ് ട്രീൻ്റെ കുറച്ച് അഡ്വാൻസ് ലെവലിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകൾ നിങ്ങളൊന്ന് റിവൈസ് ചെയ്തിട്ട് വരിക. സ്പാനിങ് ട്രീൻ്റെ ക്ലാസ്സുകളൊന്ന് റിവൈസ് ചെയ്തിട്ട് വരിക. ഓക്കെ.